രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ വിസയ്ക്ക് അതായത് ഈ ഓസ്ട്രേലിയയിലേക്ക് ന്യൂസിലൻഡിലേക്ക് ഒരു എംപ്ലോയറുടെ കീഴിലുള്ള ഒരു വിസയ്ക്ക് അല്ലെങ്കിൽ ജോബ് ഓഫർ നമുക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ഏജന്റ് നമ്മളോട് അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഏജന്റിനോട് ചോദിക്കുക ഇത് ഏത് സ്ഥാപനത്തിലേക്കാണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ത്രൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിൽ പോയിട്ടുള്ളവരുടെ കോൺടാക്ട് ഡീറ്റെയിലും കൂടെ കിട്ടിയാൽ ഒന്നുകൂടി നല്ലത്. പക്ഷെ അവർ തരുമായിരിക്കാം, തരാതിരിക്കാം. പക്ഷെ അത് തരികയാണെങ്കിൽ അവർ തന്നതുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക. അവർ നിങ്ങൾക്ക് ഒരു അഡ്രസ്സ് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു അഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും മലയാളികളുണ്ട്, എല്ലാ രാജ്യങ്ങളിലും എല്ലാ വില്ലേജുകളിലും വരുന്ന മലയാളികളുള്ള കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ മലയാളി അസോസിയേഷൻ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളി അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ബ്രിസ്ബെയിനിലാണെങ്കിൽ ബ്രിസ്ബെയിനിൽ മൾട്ടിപ്പിൾ മലയാളി അസോസിയേഷൻസ് ഉണ്ട്, മെൽബണിലുണ്ട്, സിഡ്നിയിലുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ആ ഒരു മലയാളി അസോസിയേഷൻസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അവരുടെ കോൺടാക്ട് നമ്പറുകൾ കിട്ടും. അത് വൺ ഓഫ് ദ ഒരു ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥാപനം അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ മലയാളികൾ ആരെങ്കിലും ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുക. അതാണ് രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഏത് കൺട്രികൾക്കും, ഒരു എല്ലാ കൺട്രികൾക്കും ഇന്ത്യയിൽ ഹൈ കമ്മീഷൻസ് ഉണ്ട്. അവരുടെ ഹൈ കമ്മീഷൻസ് ഡൽഹിയിലോ ബാംഗ്ലൂരോ കൊച്ചിയിലോ ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ ഇവർ ഹൈ കമ്മീഷൻസ് കാണും. മേജറായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂർ അല്ലെങ്കിൽ മുംബൈ പോലെ സിറ്റികളിലാണ് അത് വരിക. അപ്പോൾ അവിടെയും അന്വേഷിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്കത് അവരുടെ വെബ്സൈറ്റിൽ നമുക്കത് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, പല കൺട്രികൾക്കും അതുണ്ട്. അപ്പോൾ അത് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്.